ആദ്യത്തെ സഹദേവൻ നേരത്തെ തന്നെ മണ്ണ് കളിച്ചിട്ടത്. ഒരു മാസം മുമ്പ് സഹദേവൻ മണ്ണ് കളിച്ചിട്ടത് അബദ്ധമാണ്, മഴ പെയ്താൽ മണ്ണ് ഉറച്ചു പോകും, അവയെ കൊല്ലാൻ ആ മണ്ണ് പിന്നീട് ഉപയോഗിക്കുന്നത് ലോജിക്കൽ അല്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സഹദേവൻ പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ ക്രിമിനലിനെ പോലെയല്ല, മറിച്ച് വർഷങ്ങളെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പകമൂത്ത് ഭ്രാന്തമായ അവസ്ഥയിലെ ഒരു മനുഷ്യരായിട്ടാണ്. ജോർജ് കുട്ടിയുടെ വീട്ടുപറമ്പിൽ കയറി അയാളുടെ മൂക്കിന് താഴെ ഒരു കുഴി തയ്യാറാക്കി വെക്കുക എന്നത് സഹദേവനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. ജോർജ് കുട്ടി ഒളിഞ്ഞു നോക്കി വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ ദിവസങ്ങളോളം കാത്തിക്കുമ്പോൾ തന്റെ പ്രതികാരം ഇവിടെ നടക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിലാണ് അയാൾ ആ മണ്ണിളക്കി ഇടുന്നത്. ഇവിടെ ലോജിക്കിനേക്കാൾ പ്രധാന സഹദേവന്റെ കണ്ണുകൂടിയ പകയാണ്. ജോർജ് കുട്ടിയുടെ സാമ്രാജ്യത്തിൽ കയറി വിനാശത്തിന്റെ വിത്ത് ഭാഗ്യെന്ന ക്രൂരമായ സന്തോഷം മാത്രമാണ് ആ സമയത്ത് അയാളെ നയിക്കുന്നത്. അടുത്താണ് രണ്ടാം ഭാഗത്തിൽ സാക്ഷിയെ ജോസ്. പെട്ടെന്ന് ദിവസം മാപ്പ് പറയാൻ ജോർജ് കുട്ടിയുടെ വീട്ടിലോട്ട് വരുന്നത് ഒരു സഹായം ഒപ്പിക്കാൻ വേണ്ടി തിരക്കഥ നിർബന്ധിച്ച് തിരികെ കയറ്റിയതാണുള്ള വിമർശനം. ഒരു സാധാരണ മനുഷ്യനുള്ള തീരാത്ത കുറ്റബോധത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ജോസ് ഒരു കുടുംബം മൊത്തം വേട്ടയാടപ്പെട്ടു. അതിനുശേഷം അയാളുടെ ജീവിതത്തിലുള്ള ദുരന്തങ്ങൾ, അമ്മയുടെ മരണം, ബിസിനസ് തകർച്ച എല്ലാം ആ കുടുംബത്തിന്റെ ശാപം കൊണ്ടാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാരൻ തകർച്ചകൾ പെടുമ്പോൾ ദൈവത്തിലേക്കോ ജോസിലേക്കോ തിരികെയും താൻ ചെയ്ത പഴയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് തികച്ചു സ്വാഭാവികമാണ്. ആ മാനസികാവസ്ഥയിലാണ് ജോർജ് കുട്ടിയുടെ കാല് പിടിക്കാൻ വരുന്നത്. ഇത് കേവലം ഒരു സഹായം ഉണ്ടാക്കൽ മാത്രമല്ല, ജോസിനുള്ള പാപബോധം കഴിക്കാനുള്ള അയാളുടെ വൈകാരികമായ ആവശ്യം കൂടിയാണ്. അടുത്താണ് 2 വർഷത്തെ പ്ലാൻ ആയിരുന്നിട്ടും 5 പെട്ടെന്ന് നടന്നപ്പോൾ അവിടെ വീണ്ടും അടിച്ചോ മയക്കുമരുന്നിലേക്ക് ബോധം കെടുത്താതെ വില്ലന്മാരെ പേടിച്ചോടി ഇത് മണ്ടത്തരമായി എന്നുള്ളത്. സഹദേവനും അവരെ മഞ്ജുവിനെ ശാരീരികമായി ഉപദ്രവിക്കാൻ നിർത്തുന്നതിന് കാരണം അവളുടെ ശരീരത്തിൽ മുറിവുകളിൽ മാത്രമേ അവരെ അഞ്ചു ആക്രമിച്ചു വെച്ച് തീർക്കാൻ പറ്റും. എന്നാൽ പെട്ടെന്ന് 5 കണ്ണു വന്നപ്പോൾ സഹദേവനാണെങ്കിലും അതുപോലെ അവരൊക്കെയാണെങ്കിലും പെട്ടെന്ന് ആ ഒരു ഷോക്ക്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല മുന്നോട്ട് പോകുന്നത് എന്നൊരു ഫാക്ടർ ഉണ്ട്. അതുപോലെ കഴിഞ്ഞ ഭാഗത്തിൽ ജോർജ് കുട്ടിയുടെ തോറ്റൊരു ചരിത്രമാണ് സഹദേവനുള്ളത്. സോ പെട്ടെന്ന് ഇത് വന്നപ്പോൾ തന്നെ ആ തോൽവി വീണ്ടും അയാളുടെ മനസ്സിൽ ട്രിഗർ ആയിട്ടുണ്ടായേക്കാം. അതുപോലെ അവരെ എടുത്തു കഴിഞ്ഞാൽ പ്ലാൻ പറഞ്ഞ് മനസ്സിലാക്കുന്ന നിമിഷം അഞ്ചു ഒരു പെൺകുട്ടി മാത്രമല്ല, മറിച്ച് തങ്ങളെ ജയിലിലാക്കാൻ പോകുന്ന ഇരയാണെന്ന് മനസ്സിലാക്കി ആ ഭയവും വെപ്രാളവും കൊണ്ടാണ് അവരെയും ഓടിക്കളയുന്നത്. സാധാരണക്കാരാണല്ലോ ഇവർ രണ്ടുപേരും, ഒരു ബോൺ ക്രിമിനൽസോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പേടിച്ചു കൂടുന്നത്. പിന്നുള്ളത് സഹദേവനെ തല്ലിയപ്പോൾ അയാൾ പെട്ടെന്ന് കുറ്റം സമ്മതിച്ചത്. അത്രയും ക്രൂരനായ വില്ലനായ സഹദേവൻ ജോർജ് കുട്ടിയുടെ 2 അടി കിട്ടിയപ്പോഴേക്കും പേടിച്ച് കഴിഞ്ഞ സത്യം നല്ല വിളിച്ചു പറഞ്ഞത് വില്ലന്റെ ആ ഒരു മാസം കുറച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഹദേവൻ സൈക്കോപാത്തോ അല്ലെങ്കിൽ വാടകക്കുറിയാലോ ഒന്നുമല്ല, ജോലി നഷ്ടപ്പെട്ട പ്രതികാര ബുദ്ധിയുള്ള ഒരു മുൻ പോലീസുകാരൻ മാത്രമാണ്. താൻ കെണിയിലാക്കാൻ നോക്കി ജോർജ് കുട്ടി തന്നെ ഒരു മൃഗത്തെ പോലെ അക്രമാസക്തനായി നിൽക്കുന്നത് കാണുമ്പോൾ സഹദേവന്റെ ഈഗോ തകരുന്നു. സ്വന്തം മകളെ ചോരയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളിൽ ഭ്രാന്തുള്ള ജോർജ് കുട്ടിയാണ് സഹദേവൻ അവിടെ കാണുന്നത്. മകൾക്ക് വേണ്ടി ഇയാൾ തന്നെ കൊന്നുകളയുമെന്ന് ആ ഒരു സർവൈവൽ ഇൻസ്റ്റിങ് സഹദേവന്റെ ഉള്ളിലുണ്ടാവും. അവിടെ വില്ലത്തരം കാണിച്ച് ജീവൻ പോകുന്ന മനസ്സിലാകുന്ന നിമിഷം ഏത് മനുഷ്യനും കീഴടങ്ങും. അതുകൊണ്ട് തന്നെ ആ കരച്ചിലും ആ ഒരു വിഷമമൊക്കെ സ്വാഭാവികമാണ്. പിന്നെ സഹദേവന്റെ വീഡിയോ തെളിവായി കോടതി സ്വീകരിക്കുമെന്നുള്ളത്, മർദ്ദിച്ചുണ്ടാക്കിയ വീഡിയോ ആയതുകൊണ്ട് സഹദേവൻ കോടതി നിഷേധിക്കാം. അതുകൊണ്ട് ജോർജ് കുട്ടി ഉണ്ടാക്കിയ ആ വീഡിയോ തെളിവ് നിയമപരമായി നിലനിൽക്കുക. നമുക്കറിയാം ദൃശ്യം 2 തന്നെ ജോർജ് കുട്ടി കുറ്റം സംബന്ധിച്ച് കോടതി വന്നിട്ട് പറയുന്നുണ്ട് താൻ ഇത് ചെയ്തില്ല, പോലീസ് തന്നെ നിർബന്ധിപ്പിച്ചാൽ. ഇവിടെ പക്ക വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും ഈ സഹദേവനെ ഇടിച്ച് പറയിപ്പിച്ചാണുള്ളത്. എന്നാൽ ജോർജ് കുട്ടി ഈ വീഡിയോ ഉപയോഗിക്കുന്നത് കോടതിയെ കാണിക്കാനല്ല, മറിച്ച് പ്രഭാകരനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ്. തന്റെ മകന്റെ കൊലപാതകം പിടിക്കാൻ വേണ്ടി പ്രഭാകർ ഒരുക്കി കെണിയിൽ സഹദേവൻ എന്ന പോലീസുകാർ ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച വാർത്ത പുറത്തു വന്നത് അത് തകരുന്നത് പ്രഭാകരന്റെയും ഗീതയുടെയും അന്തസ്സാണ്. അതായത് ഇതിപ്പോ കോടതിയിലോട്ട് പോയി പ്രൂവ് ചെയ്യണമെന്നില്ല, അതായത് മീഡിയയ്ക്കും മറ്റും ഈ വാർത്ത കിട്ടി പുറത്തു പോയാൽ അത് പ്രശ്നമാവുക. കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രഭാകരന്റെ കുടുംബത്തെ മാനസികമായി തകർക്കാൻ ഒരു ആയുധം മാത്രമാണ് വീഡിയോ. ഒരു അച്ഛൻ നിലയിൽ പ്രഭാകരന് തന്റെ മകന്റെ കേസിനേക്കാൾ പ്രധാനം സ്വന്തം കുടുംബത്തിന് മാനക്കേട് ഒഴിവാക്കലാണ്. ആ വൈകാരികമായ ബലഹീനതയാണ് ജോർജ് കുട്ടിയുടെ ചൂഷണം ചെയ്തത്. നിയമപരമായ നിലനിൽപ്പിനേക്കാൾ ഉപരി 2 അച്ഛന്മാരുള്ള മാനസിക യുദ്ധത്തിലെ ഒരു കരു മാത്രമാണ് ആ വീഡിയോ എന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണ് പലരും ലോജിക്കില്ല അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ നല്ല റൈറ്റിംഗ് ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ കുറെ എലമെന്റുകളെ പറ്റിയുള്ള എന്റെ ഒപ്പീനിയൻ. ഇതെല്ലാം എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഡിഫറന്റ് ആയിരിക്കും. ഇവിടെ പിന്നെ ജോർജ് കുട്ടിയുടെ ആ ഒരു ചേഞ്ച് അതാണ് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ട്. അത് ജോർജ് കുട്ടിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണല്ലോ അയാൾ ഏറ്റവും അവസാനം ജയിലിൽ പോകുന്നത്.